ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ആയിട്ടാണ്. അതായത് നമ്മുടെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് വെറും 500 രൂപ മാത്രമാണ്. പക്ഷേ കോംബോയിൽ അടങ്ങിയിരിക്കുന്ന പ്ലാന്റുകൾ 10 വെറൈറ്റീസ് ആണ്. അതിലൊന്നാമതായിട്ട് ഈ കാണുന്ന എലിസബത്ത് റോസ് ആണ്. എലിസബത്ത് റോസ് നല്ല മണവും അതുപോലെ ഒരുപാട് പൂക്കൾ തരുന്നൊരു നാടൻ വെറൈറ്റിയാണ്. ഇത് കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നൊരു വെറൈറ്റിയാണ്. ഏതൊരു കാലാവസ്ഥയിലും പിടിച്ചു കിട്ടുന്നൊരു വെറൈറ്റിയാണ് എലിസബത്ത് റോസ്. മാത്രമല്ല ഒരുപാട് പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് യെല്ലോ മിനിയേച്ചറാണ്. യെല്ലോ മിനിയേച്ചറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതായത് ഇതും നാടൻ റോസാണ്. ആദ്യം കാണിച്ചത് നാടൻ റോസാണ്. ഇതും ഒരുപാട് പൂക്കൾ തരുന്ന ബഞ്ചായിട്ട് പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. മിനിയേച്ചറാണ്, പക്ഷേ ചെറിയ പൂക്കളും ചെറിയ ഇലകളും ഒക്കെ വരുന്ന വെറൈറ്റിയാണ്. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മുടെ കോംബോയിൽ ആദ്യത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത്. മാത്രമല്ല ഈ രണ്ട് വെറൈറ്റിയും നാടൻ റോസ് എന്നതിലുപരി ഒരുപാട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അതിൽ എലിസബത്ത് റോസ് നല്ല സ്മെല്ലും ഉള്ളൊരു വെറൈറ്റിയാണ്. ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാമെന്നുള്ള വെറൈറ്റിയാണ് എലിസബത്ത്. അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ വരുന്നത് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഇത് ഓൺ റൂട്ടഡ് അല്ല, ബഡ്ഡിംഗ് ആണ്. നമ്മുടെ ഈ കോംബോ വരുന്നത് ബഡ്ഡിങ്, ഓൺ റൂട്ടഡ്, ക്രീപ്പർ വെറൈറ്റി എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. ഒരു ഫുൾ പാക്കേജാണ്. ഒരു വീട്ടിലത്തേക്ക് ഒരു 10 റോസ്, 10 വെറൈറ്റി ആയിരിക്കും, 10 കളേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ ഈ പറയുന്ന പോലെ ക്ലൈംബിംഗ് റോസ് ഉണ്ടാവും, അതുപോലെ തന്നെ നാടൻ റോസസ് ഉണ്ടാവും, ഓൺ റൂട്ടഡ് ബഡ്ഡിംഗ് റോസസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു കോംബോയാണ്. അപ്പോൾ ഈ കാണുന്ന പോലത്തെ ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് നമ്മുടെ കോംബോയിലെ. അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഓർക്കിഡ് റോസ് ആണ്. കുല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഓർക്കിഡ് റോസിനെ പറ്റി അറിയാത്ത റോസ് പ്രേമികളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ കാണുന്നതാണ് ഓർക്കിഡ് റോസ്. പക്ഷേ നിങ്ങൾക്ക് ഈ കാണുന്നത് മദർ പ്ലാന്റിന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, ഫ്ലവറിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓർക്കിഡ് റോസിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. ആരും നമ്മൾ ഈ കോംബോയ്ക്കകത്ത് ഈ പ്ലാന്റാണ് അയക്കുന്നതെന്ന് വിചാരിക്കരുത്. നമുക്ക് 5 ലിറ്റർ കവറിൽ വരുന്ന പ്ലാന്റാണ് അയക്കുന്നത്. അപ്പോൾ 5 ലിറ്റർ കവറിൽ വരുന്ന പ്ലാന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ച് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ്, തീരെ ചെറുതല്ല, അത്യാവശ്യം സൈസ് വരുന്ന പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. ഇത് പക്ഷേ ഒരു മദർ പ്ലാന്റിൽ നിൽക്കുന്ന ഫ്ലവറിങ് ആണ്. നിങ്ങൾക്കും ഇതുപോലെ പൂ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. ഒരുപാട് പൂക്കൾ തരും. കറക്റ്റ് പ്രോപ്പറായിട്ട് കെയർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫ്ലവറിങ് തരികയും ചെയ്യും. ഡെയിലി ഫ്ലവറിങ് ആണ്. ഇത് ഡെയിലി ബ്ലൂമിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. കൊല കുത്തിപ്പൂക്കും. പ്ലാന്റ്സിന് ഈ പൂവിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഫ്ലവറിങ് ഉണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് വരുന്ന വെറൈറ്റി കൊത്തുമഞ്ഞയാണ്. കൊത്തുമഞ്ഞയും ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് കൊത്തുമഞ്ഞയുടെ ഒരു വീഡിയോ ചെയ്ത് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൊത്തുമഞ്ഞയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ കൊല കുത്തി പൂക്കുന്ന വെറൈറ്റിയാണ്. പക്ഷേ ബഡ്ഡിംഗ് ആണ്, ഓൺ റൂട്ടഡ് അല്ല. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന തൈകളാണ് നമുക്ക് കൊത്തുമഞ്ഞയുടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ കോംബോയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കോംബോയിൽ വരുന്ന അടുത്ത വെറൈറ്റി പറഞ്ഞതുപോലെ കൊത്തുമഞ്ഞയാണ്. അടുത്തതായിട്ട് വരുന്നത് പനിനീർ റോസാണ്. പന്നീർ റോസിൻ്റെയും അത്യാവശ്യം ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നത് മൊട്ടോട് കൂടിയുള്ളതും. ചിലതിൽ മൊട്ട ഉണ്ടാവില്ല നിങ്ങൾക്ക് അയച്ചിട്ട സമയത്ത്, എന്നാലും ഫാസ്റ്റായിട്ട് പൂ ഇടിക്കുന്ന ഷോർട്ടായിട്ടുള്ള പന്നീർ റോസാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് റെഡ് പിനാക്കിയോ ആണ്. റെഡ് പിനാക്കിയോ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പൂക്കൾ തരുന്നതും ഇതിൽ ഈ പറയുന്ന പോലെ അധികം മണമില്ല കേട്ടോ. അധികം മണമില്ലാത്തൊരു വെറൈറ്റിയാണ് റെഡ് പിനാക്കിയോ എന്ന് പറയുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ ഈ തൈകളാണ് നമുക്ക് ഈ കോംബോയിൽ അടുത്തതായിട്ട് വരുന്ന വെറൈറ്റി. അപ്പോൾ റെഡ് പിനാക്കിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മെല്ലില്ല, ബാക്കിയുള്ള പ്ലാന്റ്സിനൊക്കെ സ്മെല്ലുണ്ടാവും. അടുത്തതായിട്ട് 7 ഡേയ്സ് ആണ്. 7 ഡേയ്സ് തമിഴ്നാടിൻ്റെ സ്വന്തം റോസ് എന്നറിയപ്പെടുന്ന 7 ഡേയ്സ് ആണ്. ഇത് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസത്തോളം പൂ വാടിപ്പോവാതെ നിൽക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നൊരിതാണ്, ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞ കാര്യമാണ്. അടുത്തതായിട്ട് വരുന്നത് കമ്മൽ റോസാണ്. കമ്മൽ റോസ് ഓൺ റൂട്ടഡ് ആണ്. 7 ഡേയ്സ് റോസും ഓൺ റൂട്ടഡ് ആണ്. നാടൻ റോസുകളാണ് കേട്ടോ. ഇതിൽ കൂടുതലും നാടൻ റോസുകളാണ്. ബഡ്ഡിംഗ് റോസ് വളരെ കുറവാണ്. നാടൻ റോസുകൾ കൂടുതലായിട്ടാണ് ഈ കോംബോ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ചെയ്ത കോംബോയിലൊക്കെ നാടൻ റോസും ബഡ്ഡിംഗ് റോസൊക്കെ സമാസമമാണ് വന്നിരുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് നാടൻ റോസുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ബഡ്ഡിംഗ് റോസ് വളരെ കുറവാണ്. അടുത്തതായിട്ട് വരുന്നത് അഹല്യ റോസാണ്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റാൻഡിങ് റോസിൽ നിന്ന് വീഡിയോ എടുത്തിട്ടേക്കുന്നതാണ്. ആക്ച്വലി ഇതല്ല പ്ലാന്റ് വരുന്നത്. ഇതിൻ്റെ ചെറിയ